നമസ്കാരം ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീർക്ക, ഷാജൻ ചേട്ടാ, ബിജുക്കുട്ടൻ ചേട്ടാ. സ്വാഗതം, സുസ്വാഗതം. എന്തൊക്കെ വിശേഷം? സുഖം. നമ്മള് ഉഷാറായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ടീമുകൾ റെഡിയാണ്. സ്കിറ്റ് വെൽ പ്രിപ്പയർഡ് ആണ്. പുതിയ കോണ്ടന്റുകൾ, പുതിയ കൗണ്ടറുകൾ റെഡിയാണോ? അങ്ങനെയാണെ ഒരുമിച്ച് നമുക്ക് സ്വാഗതം ചെയ്യാം. പെരുമ്പാവൂരെ സ്നേഹാലയത്തിലെ അച്ഛനും അച്ഛന്റെ ബാക്കിയുള്ള കൂട്ടുകാരും എല്ലാവരും വന്നിട്ടുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും സ്വാഗതം. പിന്നെ ചിരിക്കാം. ആദ്യത്തെ ടീം വിളിക്കൂ. ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെയിലെ ടീം എസ് ആണ് വരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം സെൽവരാജ്, ശ്യാം ആൻഡ് സൂര്യശ്രീ. ഞങ്ങളുടെ കുടുംബത്തിലൊന്നും ഇത്തരത്തിലുള്ള ആചാരമില്ലേ. കല്യാണം കഴിഞ്ഞ ആദ്യ നാളിൽ മിണ്ടാൻ പാടില്ല, ശാന്തി മുഹൂർത്തം പാടില്ല. എന്തുവാ ഇത്? നമ്മൾ ഒരിക്കലും ഒരുമിക്കതെന്നും പറഞ്ഞ് കരുതി കാവലിന് വേണ്ടി ഒരു അമ്മാവനും കൂടെ. എന്തിനാ ഇവർ എന്നെ കല്യാണം കഴിപ്പിച്ച? പിന്നെ മാറ്റർ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നമുക്ക് സ്കിറ്റ് തുടങ്ങാം. എന്നാലും എന്റെ അശോക, ഗൾഫില് പനയെ കയറിക്കൊണ്ട് കിടന്ന നിനക്ക് എവിടെന്നടാ ഈ കുമ്മിള് പോലെ ഒരു പെണ്ണിനെ കിട്ടിയത്? ഗൾഫിലെ പനയെ കയറിയപ്പോഴേ ആ കൊതുമിരുതി പെണ്ണ്. നിങ്ങളുടെ കാര്യം നോക്കണം കേട്ടോ. ആവശ്യമില്ല തന്നെ കയറി സംസാരിക്കാൻ പറ്റില്ല. എന്തൊരു തിളപ്പ് ചേർക്കാൻ. രാവിലെ ഇല്ല സാമ്പാറിന്റെ തിളപ്പ് ഇതുവരെ മാറിയില്ല സദ്യാലയത്തില്. ഭയങ്കര ബഹളം തന്നെ. മക്കളെ, നിങ്ങളുടെ കുടുംബത്തില് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടായിരുന്നോ? ദൃഷ്ടിദോഷമോ അങ്ങനെ എന്തെങ്കിലും? ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ദോഷവും ഇല്ല, ഒരു ദൃഷ്ടിദോഷവും ഇല്ല. മാമൻ എന്തോ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചേ ഇപ്പൊ? അല്ല, ഇത്ര കറക്റ്റ് ആയിട്ട് പിന്നെ എങ്ങനെ എവ അവിടെ വന്ന് കയറിയത്? അല്ല, ഞാൻ ചോദിച്ചതാണ്. മാമ അങ്ങനെ പറയരുത്. എന്താ? എന്റെ ബെസ്റ്റിയാണ് അവള്. പക്ഷെ നിനക്ക് ഇനി 60 ആവാൻ 4 വർഷം കൂടെ ഉള്ളു. അത് നീ മറക്കരുത് കേട്ടാ. അശോകോ, നീ എന്റെ അരഞ്ഞാണം വലിച്ചു പൊട്ടിച്ച ഒരു കാര്യമില്ല. കൈ നിനക്ക് ആദ്യമാണ് നിനക്ക് ഈ അരഞ്ഞാണം വലിച്ചു പൊട്ടിക്ക. ഇവിടെ ഇനി ഇരുന്ന് കഴിഞ്ഞാലേ ഇവൻ നട്ടല് ചൊരണ്ടി എടുക്കും. ഫുൾട്ടോസറിന്റെ കൈയല്ലേ ഇവന്, ഫുൾട്ടോസറിന്റെ കൈ. ഇഞ്ഞു വാ മക്കളെ. മക്കളെ, നമ്മുടെ കല്യാണ പന്തലിൽ വെച്ചിട്ട് സദ്യ കഴിക്കുന്ന സമയത്ത് നമ്മുടെ 4ാമത്തെ പന്തിയിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, നീല സാരിയെ കൊടുത്ത് നമ്മുടെ ഓപ്പോസിറ്റ് ഇരുന്ന സിന്ധുവാമിയെ ഞാൻ തിരക്കിന്ന് പറയണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സിന്ധുവാമിയുടെ സ്നേഹം. പിന്നെ കുടുംബമൊക്കെ സിന്ധുവാമിയുടെ സുഖമായിട്ടിരിക്കുന്നു. അത് ശരി. ഭർത്താവ് കാട്ടി കയറി കാട്ടാനിക്ക് വാരിക്കുഴി വെച്ചെന്നും പറഞ്ഞു ഇപ്പൊ ജയിലില്ല. അപ്പൊ ഞാൻ തിരക്കിന്ന് പറയണ്ട. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് 5 സെന്റ് വസ്തുവേ ഉള്ളു. അതിൽ ഈ വാരിക്കുഴിയും കൂടെ വന്നു കഴിഞ്ഞാൽ വീട്. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളു കേട്ടോ. പെണ്ണുങ്ങളെ കാര്യം ഒരിക്കലും പറയരുത്. നമ്മളെ ഗൾഫിലാണെങ്കിലേ പെണ്ണുങ്ങളെ നോക്കിയാലേ അവര് പൊക്കിയെടുത്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ആര്? പോലീസുകാര്. അതിന് നീ ഇവിടെ വന്ന രഹസ്യം പറയണ എന്തിനാ? അവിടുത്തെ പോലീസ് നീ അത് ഉച്ചത്തിൽ പറഞ്ഞ ഇവിടെ എന്തോ കുഴപ്പം? മക്കളെ, നമ്മുടെ നിശ്ചയത്തിന് മോക്ക് സാരി തരാൻ വേണ്ടി ഒരാൾ വന്നല്ലോ. ഇന്ദുവാമിയെ ഞാൻ തിരക്കിന്ന് പറയാം. ഇന്ദുവാമിയുടെ ഭർത്താവ് ബോംബ് എറിഞ്ഞ കേസിൽ ജയിലിൽ കിടക്കുന്നു. മാമ, നിങ്ങളുടെ കുടുംബത്ത് ഈ വാരിക്കുഴിയും ബോംബും അല്ലാതെ നല്ല രീതിയിലുള്ള ആൾക്കാരും ഇല്ലേ? വീട്ടുപേരെന്താ? കുരുക്ഷേത്ര എന്നാ? ചോദിച്ചതാ, കാര്യം അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ. മാമ, എന്റെ ഭാര്യയുടെ കുടുംബത്തെ കുറിച്ച് തിരക്കേണ്ട കാര്യം എന്ത്? മാമ ഈ കുടുംബത്തിന്റെ കാര്യം വല്ലതും അറിയുന്നുണ്ടോ? മാമ, ഇവിടുത്തെ ദോഷം തീർക്കാത്ത കാര്യം എന്ത്? ദോഷം തീർക്കണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേടാ, നമ്മുടെ കുടുംബത്തെ ദോഷം തീർക്കണമെങ്കിൽ എനിക്ക് വെറ്റിലയിൽ ദക്ഷിണ തരണം. വേണ്ടേ? സദാശിവൻ, അവന് കുട്ടികളില്ലായിരുന്നു. അവൻ വെറ്റിലയിൽ എനിക്ക് ദക്ഷിണ തന്നു. ഞാൻ പറഞ്ഞു, കറക്റ്റ് കാര്യം പറഞ്ഞു കൊടുത്തു. ഓരോ ദിവസവും ഓരോ മൺകലം വെച്ച് വീട്ടിൽ കമത്താൻ പറഞ്ഞു. എന്നിട്ട് കുട്ടികളുണ്ടായാ? ഇല്ല, ഇപ്പൊ അവന് കലക്കച്ചവടമാണ്. നല്ല കച്ചവടമുണ്ട്. തന്റെ കൊച്ചു കലമൊക്കെ ഭയങ്കര കച്ചവടമാണ്. മാമഞ്ചനെ പറയാം. കാരണം എന്തെന്നറിയാമോ? ജീവിതം അറിയില്ല. കല്യാണ പന്തലിൽ താലി കെട്ടാതെ ഇറങ്ങി ഓടിയ മനുഷ്യനാണ് ഇയാള്. എന്തുവാ അങ്ങനെ കാണിച്ചേ? അത് മക്കളെ, അങ്ങനെയൊന്നുമല്ല. ഞാൻ ഒരു 2 മക്കളുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. മാമന്റെ മനസ്സ് അതാണ് മനസ്സ്. ഈ മനസ്സ് മാമന് മാത്രമേ ഉള്ളടാ. അപ്പൊ കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട് താലി ഞാൻ കെട്ടാനായിട്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഈ പെൺകൊച്ചിന്റെ മൂത്ത കൊച്ച് ഒരേ കരച്ചില്. എടുത്ത വായില് ഈ സ്ത്രീ പറയണം, എടാ ചെറുക്ക, ഇവിടെ ഇരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചീരെ അടുത്ത കല്യാണത്തിന് നിന്നെ കൊണ്ടുവരൂല്ലോ. ഞാനൊരു ഓട്ടോ ആലിന്റെ അന്നാണ് ഞാൻ വീട്ടിൽ കയറിയത്. ഇത്രയും നല്ല മനുഷ്യനെയാണോ നിങ്ങളെ കടന്ന് കുറ്റം പറയുന്നത്? നമ്മുടെ തങ്കപ്പെട്ട മാമനായത്. നല്ല മാമ അല്ലേ? ഈ മാമൻ കാണിച്ച പരാക്രമണം നിനക്ക് കേൾക്കണോ? എന്റെ അമ്മയുടെ താലിയും മാലയും കാണാനില്ല. നമ്മളിവിടെ മൊത്തം നോക്കിക്കൊണ്ട് നടന്നു. കുറച്ച് കഴിഞ്ഞാൽ മാമ്പടാ എനിക്ക് വയറ്റുവേദന വരുന്നത്, എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിച്ച്
ഡോക്ടർ സ്കാൻ ചെയ്ത് നോക്കിട്ട് എടുത്ത് പറയാണ് താലി കെട്ടിയ ആമാശ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ല അത് അങ്ങനെ ഒരു അബദ്ധം പറ്റി. മാമ അതെ എന്തായാലും ആദ്യ രാത്രി ശാന്തി മുഹൂർത്തം ഒന്നും ഇല്ലല്ലോ, ഞങ്ങൾ ഒന്ന് അല്ല നിങ്ങൾ വേറെ കുഴപ്പമില്ല, നിങ്ങൾ സംസാരിച്ചോട്ടെ മാമ. എനിക്ക് ഒരു തെറ്റുമില്ല മോളെ, നിങ്ങൾ സംസാരിക്കുന്ന ഒരു തെറ്റുമില്ല. സംസാരിക്കട്ടെ. പക്ഷെ ടച്ചിങ്സ് പാടില്ല. നമ്മുടെ കുടുംബത്തിന് ദോഷം ഉണ്ടാവും, അതുകൊണ്ടാ. നടക്കട്ടെ. അതെ എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് കേട്ടോ. അതെല്ലാം സാധിച്ചു തരുമോ? എന്നാലും എന്റെ അശോക ചുമ്മാ ഇരിക്കാമ. ഞാൻ പറഞ്ഞതല്ലേടാ. ഞാൻ അനുവാദം ചോദിച്ചല്ലേ സംസാരിക്കട്ടോ. ഓ സംസാരിച്ചു. നമുക്കേ ഈ ലോകം മുഴുവൻ ഇങ്ങനെ ചുറ്റി അങ്ങ് കറങ്ങണമെന്ന്. എന്നാലും എന്റെ അശോക നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ ഈ കുമ്മിള് പോലെ ഒരു കൊച്ചു? ഞാൻ മാമടുത്ത് പറഞ്ഞിട്ട് ഞാൻ സംസാരിക്കാൻ പോയത്. പിന്നെ മാമ എന്ത് സംസാരിക്കുന്ന ഇടയിൽ കയറി? ആവശ്യമല്ല സംസാരിക്കും മാമ. എന്റെ സ്വഭാവം മാറും. പറഞ്ഞേ ആവശ്യമില്ല സംസാരം. എന്നാലും എന്റെ അശോക അയ്യോ നീ എന്തിനാ നിങ്ങളെന്നെ തെറ്റിച്ചത് എന്നാ? ഞാൻ കാര്യം പറഞ്ഞല്ലേ അശോക, നിനക്ക് എവിടെ നിന്ന് കിട്ടി പെൺകുട്ടി പറയാൻ പറഞ്ഞു. ചേട്ടാ വഴക്കുണ്ടാക്കല്ലേ ഇനി വന്നേ. അതെ നമുക്ക് ഹണിമൂണിന് പോവാണെങ്കിൽ UAE പോവാ. UAE പോകുമ്പോഴേ നമുക്ക് നൈറ്റ് ഡ്രൈവ് പോവാ. നൈറ്റ് ഡ്രൈവിന്റെ ആശാനാണ് ഞാൻ. നൈറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ജനൽ കമ്പിയിലെ ഇടയിൽ കൂടെ പെടുത്ത് വെളിയിക്കുന്ന ആന്തൂറിയം കരിക്കും. അത്രയ്ക്ക് പേടിയാണ്. നൈറ്റ് ഡ്രൈവിനൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ചെറുക്കനാണ് കേട്ടോ. കുഴപ്പമില്ല അവൻ. നാട്ടിക്കല്ലേ. ഞാൻ കാര്യം പറയണോടാ, ഉള്ള കാര്യങ്ങളെല്ലാം പറയണമല്ലോ മോളെ. നമുക്ക് 5 മക്കൾ വേണം. ഈ ഇടയ്ക്കൊന്നും ജോലിക്കൊന്നും പോവാൻ ഒരു പ്ലാനും. 2 മക്കളുള്ളവര് വളർത്താൻ പെടുന്ന പാട് നമുക്കറിയാം. നാവിന് എല്ലിലൊന്നും പറഞ്ഞ് വായത്തോന്നെ വിളിച്ച് പറയരുത്. 5 മക്കള്. ഈ 5 മക്കളെ നമുക്ക് വിദ്യാഭ്യാസം കൊടുത്ത് പഠിപ്പിക്കണം. കാരണം മക്കളെ ഇവന് വിദ്യാഭ്യാസം ഉണ്ട്. വിദ്യാഭ്യാസത്തിൽ ഇവനെ തോപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവന്റെ കൂടെ ഇരുന്ന് പഠിച്ചവരെല്ലാം ജയിച്ചങ്ങ് കയറിപ്പോയില്ലേ. ഇവൻ മാത്രമേ തോറ്റിരുന്നുള്ളൂ. അവസാനം ബെഞ്ചും ഡെസ്കും കൂടെ ചീത്ത വിളിച്ചിട്ടാണ് പഠിത്തം നിർത്തിയത്. നിങ്ങൾ എന്റെ കുടുംബം തകർക്കാനാണ് വന്നത്. ഞാൻ കാര്യം എന്റെ ജീവിതം തകർക്കാൻ വേണ്ടിയാണ് നിങ്ങൾ. ഞാൻ കാര്യം പറഞ്ഞത് അതിനാണ് വന്നത് നിങ്ങൾ. ചേട്ടാ വഴക്കുണ്ടാക്കരുത് ചേട്ടാ. ഇനി വന്നേ. മാമനൊരു കാര്യം അറിയോ? നല്ലൊരു കലാഹൃദയമുള്ളൊരു മനുഷ്യനായത്. അദ്ദേഹത്തിന്റെ കല കണ്ടിട്ടാണ് ഞാൻ ഇയാളെ കല്യാണം കഴിച്ചത്. നിനക്ക് എവിടെയാ കല? ഞാൻ നല്ല ഡാൻസറാണ്, അറിയാമോ നിങ്ങൾക്ക്? കുളിക്കുമ്പോ പോലും നിന്റെ കൈയും കാലും അനങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ യൂട്യൂബിൽ കയറിയാണ് ഡാൻസ് കളിച്ചത്. യൂട്യൂബിൽ കയറി ഡാൻസ് പഠിച്ചത്. യൂട്യൂബിൽ മീൻകറി വെക്കുന്ന പോലും ശരിയാവുന്നില്ല, പിന്നെ ഡാൻസ് പഠിച്ചിട്ട് എങ്ങനെയാ നീ കളിക്കുന്നത്? ഞാൻ കണ്ടോ, ഞാൻ ഇപ്പൊ കളിച്ച് കാണിച്ചതരാം. ഇപ്പൊ ശരിയായി തരേ. മാവേലി നടുവണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. മാവേലി നടുവണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ആമുദത്തോടെ വസിക്കും കാലം അകത്തങ്ങൂട്ടിയ കാലം. ഇത് എവിടെയൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്? ഇത് ഞാൻ പെണ്ണ് കാണാൻ പോയ 7 വീട്ടുകളിൽ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ശരി. പക്ഷെ എവളെ വീട്ടിൽ ചെന്നപ്പോ പറ്റിയില്ല. അതെന്ത് പറ്റി? മൊബൈലിലെ ചാർജ് തീർന്നുപോയി. ഇതാണ് പറയുന്നത് ദൈവം മൊബൈലിന്റെ രൂപത്തിൽ വരൂ. ഇത് നീ അവിടെ അവതരിപ്പിച്ചില്ലെങ്കിൽ ഈ കല്യാണം നടക്കൂലായിരുന്നു. അങ്ങനെ പറയില്ല. സത്യമായിട്ട് കല്യാണം നടക്കും. ഭാഗ്യം കൊണ്ടല്ലേ. അയ്യോ ആ മധുവെ പറയടാ. ഞാനേ എന്തോന്നാ വണ്ടി വഴിയില്ല എന്നാ? ഏത് വണ്ടിയുടെ എടുത്തോണ്ട് പോയത്? എനിക്ക് എങ്ങനെ തുടങ്ങണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എടാ ഫസ്റ്റ് ഇട്ട് പിറകി നിന്ന് തല്ലി വെക്കടാ. ചിലപ്പോ വണ്ടി അങ്ങ് സ്റ്റാർട്ടാവും. എന്നെ 11ാമത് പെണ്ണ് കാണാൻ വന്ന ആളാ ചേട്ടൻ. എടാ കട്ടപ്പുറത്തിരിക്കേണ്ട വണ്ടി എടുത്തോണ്ട് പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നാടാ മകളെ. പിന്നെ എനിക്ക് മോളെ ഇഷ്ടപ്പെട്ടത് എന്തുവാ? നിന്റെ സൗന്ദര്യം കണ്ടാണ്. ഒന്നാമത്തെ കാര്യം വണ്ടി മൈലേജ് ഇല്ല. മീറ്റർ ആണെങ്കിൽ ഓടൂല. നീ എന്താന്ന് വെച്ചാ ചെയ്യും. മനഃപൂർവ്വം തന്നെയാണ് നിങ്ങൾ കാണിച്ചത്. എന്താന്ന്? എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കാണിച്ചതാണ്. ഞാൻ എന്ത് കാണിച്ചു? മനഃപൂർവ്വം നിങ്ങൾ കാണിച്ചാണ്. വണ്ടി വഴിയിലായപ്പോ ഇത് കള്ള ഫോണാണ്, അറിയാം. ഇങ്ങോട്ട് നോക്കിയേ. നിങ്ങൾ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ ഇങ്ങനെ ഒരു മാമൻ നിങ്ങളുടെ വീട്ടിലുള്ള കാര്യം എന്നോട് പറഞ്ഞായിരുന്നോ? ഇത് ഇപ്പൊ പൊട്ടിമുളച്ച് വന്ന അമ്മച്ചാണ് നമ്മുടെ ജീവിതം തകർക്കാൻ വേണ്ടി. നിങ്ങൾ മനുഷ്യനാണോ മനുഷ്യ? ആ മണിയറേറെ വാതിലങ്ങ് തുറന്നിരുന്നെങ്കിൽ നാവിഞ്ഞ് വെളി വന്നാന്. നീ ഡാൻസ് പ്രാക്ടീസ് ചെയ്യടാ. അതേ നടക്കൂ. ആദ്യ രാത്രി നടന്നില്ല. നിങ്ങൾ ഡാൻസ് കണ്ടോ? എന്റെ ആമുദത്തോടെ വസിക്കും കാലം അകത്തങ്ങൂട്ടിയ കാലം. മാവേലി നടുവണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ.
അയ്യോ എന്റെ മഞ്ജുടാ. മഞ്ജുവിടെ പോയെന്നാ അവളെ കാര്യം നോക്കി പോയി. അയ്യോ പിന്നെ ഞാൻ തിരിയും. എടാ നീ അവളെ പെണ്ണ് കാണാൻ പോയ സമയത്ത് ഈ ഡാൻസ് അവിടെ കളിച്ചിരുന്നെങ്കിൽ നിനക്ക് കല്യാണത്തിന്റെ പൈസ എങ്കിലും ലാഭിക്കായിരുന്നു. എന്റെ മാമ. എന്നാലും എന്റെ അശോക ടീം എസിനൊരു നല്ല വലിയ കൈയടി. ഷാജോൻ ചേട്ടാ, ശ്യാം, സെൽവൻ, സൂര്യശ്രീ നല്ല സ്കിറ്റായിരുന്നു. ഈ പറയുന്നത് പോലെ തുടക്കം തന്നെ ഈ പറഞ്ഞതുപോലെ ഒരു വ്യത്യസ്തത എനിക്ക് തോന്നി. സാധാരണ വന്നിട്ട് സ്കിറ്റ് തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടാണ് എന്താണ് മാറ്റർ, ഇതവിടെ ഇരുന്നുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞിട്ട് മാറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ഇനി സ്കിറ്റ് തുടങ്ങിയാലോ എന്ന് പറഞ്ഞിട്ടാണ് സെൽവൻ വോയിസ് പോലും മാറ്റി തുടങ്ങിയതൊക്കെ. അതൊരു നല്ല തുടക്കമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാ തവണയും ചെയ്യുന്നത് പോലത്തെ ഒരു ടോട്ടാലിറ്റി നോക്കുമ്പോൾ പൂർണ്ണത എന്തോ എനിക്ക് ഫീൽ ചെയ്യാത്ത പോലെ തോന്നി. കാര്യം സാധാരണ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കോണ്ടന്റ് എടുത്തുകൊണ്ടായിരിക്കും നിങ്ങൾ വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുള്ള ആദ്യരാത്രിയും കാര്യങ്ങളും പിന്നെ എനിക്ക് മാറി നിന്ന് ഫോൺ ചെയ്യുന്ന പരിപാടികളൊക്കെ നമ്മൾ എവിടേക്കോ കണ്ടതിൻ്റെ ഒരു അത് മോശമായി എന്നുള്ളതല്ല പറയുന്നത്. സെൽവൻ്റെ സ്കിറ്റുകളിൽ അങ്ങനെ കണ്ടിട്ടുള്ള ഒരു സാധനവും എനിക്കിതുവരെ ഇവിടെ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഞാൻ സാധാരണ സെൽവൻ്റെ ടീം വരുമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അതുവരെ കേട്ടൊരു തമാശ ഉണ്ടാവില്ല, അതുവരെ കണ്ട ഒരു പശ്ചാത്തലം സ്കിറ്റിനുണ്ടാവില്ല. മനസ്സിലായില്ല, മൊത്തത്തിൽ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും. ഇന്നതൊരു അല്പം കുറഞ്ഞു പോയെന്നുള്ളൊരു അഭിപ്രായമുള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു. വേറൊരു ടീം കളിക്കേണ്ട സ്കിറ്റായിരുന്നു. അവര് ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് നമ്മൾ കളിക്കേണ്ടി വന്നതാണ്. അങ്ങനെയാണല്ലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടായിരിക്കാം വന്നത്. പിന്നെ പേഴ്സണൽ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒന്നും ഒരു പൂണ്ട് കളയാൻ പറ്റുന്ന ഒരു ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളൊരു ചെറിയ പരിഭവം മാത്രമേ ഉള്ളൂ. ഓവറോൾ നോക്കുമ്പോൾ നന്നായിരുന്നു. നെക്സ്റ്റ് ടൈം വരുമ്പം ഗംഭീര പൊട്ടിച്ചിരികളും നിങ്ങളുടെ സാധാരണ വരാറുള്ള കംപ്ലീറ്റ് പുതുമകളുമായിട്ട് വരണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ബിജുക്കുട്ടി ചേട്ടാ. സെൽവരാജ്, എനിക്ക് ഇഷ്ടപ്പെട്ട് പറഞ്ഞ പോലെ പറഞ്ഞ തമാശകളെല്ലാം നല്ലതായിരുന്നു. പക്ഷേ അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഇവിടെ നിന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അടുത്ത അമ്മയുടെ കല്യാണത്തിന് കൊണ്ട് അതൊക്കെ നല്ല ഫ്രഷായിരുന്നു ആ സാധനമൊക്കെ. പക്ഷേ ഇത് ഉടനീളം ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ പെർഫോമൻസിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ആ ഡാൻസ് കളിയിൽ എനിക്കൊന്നും രണ്ടാമത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല തോന്നി. ക്ലൈമാക്സ് ഇടാൻ വേണ്ടിയിട്ട് വീണ്ടും എടുത്ത് ഡാൻസ് അത് തോന്നി. പക്ഷേ ടോട്ടലി നോക്കുമ്പോൾ നല്ല സ്കിറ്റായിരുന്നു. ഈ പറഞ്ഞിട്ട് തമാശകൾ കുറവായിരുന്നുള്ളൂ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീർക്ക. അല്ല, അവർ ഈ ഒരു വേറെ ടീമിൽ കളിക്കേണ്ട സ്കിറ്റ് അല്ലായിരുന്നു ഇത്. അപ്പം നിങ്ങളത് ഏറ്റെടുത്ത് ചെയ്തതാണ്. അപ്പോൾ ആ സാധനം ഏറ്റെടുത്തപ്പം തമാശയുടെ ഏരിയകൾ കുറവാണെന്ന് ഫീൽ ചെയ്തായിരുന്നോ? കളിച്ച് കയറുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഔട്ട്പുട്ട് കിട്ടിയില്ല കോമഡിയുടെ ഭാഗത്തു നിന്ന്. നിങ്ങളുടെ ഒരു വളരെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്നറിയോ? നമ്മളിവിടെ നിന്ന് കമൻസ് പറഞ്ഞപ്പോൾ നല്ലത് പറഞ്ഞാലും മോശം പറഞ്ഞാലും വളരെ പോസിറ്റീവ് സെൻസിലാണ് നിങ്ങളത് എടുക്കുന്നത്. ഇപ്പം സെൽവൻ ആണെന്നുണ്ടെങ്കിലും ശ്യാം ആണെന്നുണ്ടെങ്കിലും സൂര്യശ്രീ ആണെങ്കിൽ പിന്നെ സൂര്യശ്രീ പിന്നെ കുറച്ചൊക്കെ മുഖം ഒന്ന് വാടുന്ന കണ്ടിട്ടുണ്ട്. അതൊരു നല്ലൊരു കഴിവാണ്. കാരണം നമ്മളെപ്പറ്റി വേറൊരാൾ ഒരു നെഗറ്റീവാണ് പറയുന്നുണ്ടെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പിന്നീട് അത് ശരിയാക്കാം എന്നുള്ള രീതിയിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക. അതല്ല നമ്മൾ എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു അഭിപ്രായം ഒരാൾ പറയുമ്പം നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലേ? എല്ലാവരും തിരുത്താനുള്ളൊരു ഭാഗമാണത്. അല്ല, ആ കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ മുഖത്ത് ആ ചിരി വരുന്നത്. അതിന് തന്നെ പ്രത്യേകം നല്ലൊരു ഗൈഡ് നമുക്ക് സെൽവൻ ടീമിന് കൊടുക്കും. അല്ല, അതിൻ്റെ ഒരു ഗുണം ഉണ്ടെന്തെന്നറിയാം. നമുക്കിപ്പോൾ സ്കിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും പോരായ്മകൾ വന്നോ മാർക്ക് കുറഞ്ഞോ നിങ്ങൾ ചിന്തിക്കും എന്താണ് ഏത് ഭാഗത്താണ് നമുക്ക് വീഴ്ച വന്നതെന്ന് അടുത്ത് നേരെ കയറിയും കത്തും. നിങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് രണ്ടാമതൊരെണ്ണം ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് കൂടുതൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ഏത് ടീമാണെങ്കിലും മാർക്ക് കുറഞ്ഞു പോകുന്നത് അവരുടെ ഭാഗത്തെ കുറ്റം കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഇവിടെ ഇരുന്ന് പറയുന്നതിൽ മാർക്ക് കുറയുന്നതല്ല. അവിടെ കുറച്ച് കാണിക്കുന്നത് നമ്മളിവിടെ എടുത്തു പറയുന്നു, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് നിങ്ങളിൽ നിന്ന് ഉദ്ദേശം ഒരു ചിരി കിട്ടാത്തതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. അടുത്ത പ്രാവശ്യം ഗംഭീരമായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. അപ്പം ഈ പെർഫോമൻസിന്റെ ടീം എസിന്റെ മാർക്ക് ബിജുക്കുട്ട ചേട്ടാ. ഞാനൊരു 13,000 രൂപ. 13,000 രൂപ. നസീർക്ക. ഞാനൊരു 10,000 രൂപ. ടോട്ടൽ 23,000 രൂപയായിട്ടുണ്ട്. ഷാജോ ചേട്ടാ. ബാക്കി എന്റെ ഭാഗം അങ്ങോട്ട് വന്നു. ടോട്ടൽ എമൗണ്ട് 35,000 രൂപ. അടുത്ത പ്രാവശ്യം 35 പോരാ, ഇരട്ടി വേണം. ഓക്കെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയിലെ ചെറുതുകൾ വരുന്നു. വലിയവരോടൊപ്പം ഇടിച്ചു നിൽക്കാൻ ലെറ്റ്സ് വെൽക്കം സൈന്ദവ്, നിത കാർത്തിക ആൻഡ് അനന്യ. എത്ര ദിവസമാണെന്നറിയാവോ ഈ വീട് പൂട്ടിയിട്ട് പോയിട്ട്? നിന്റെ കുടുംബത്തിലെ ഒരു കല്യാണത്തിന് ഞാൻ വരത്തില്ല. നിന്റെ
നിന്റെ ചിറ്റപ്പന്റെ ഇളയ മോളില്ലയോ അവളുടെ കല്യാണത്തിന് നീ ഒറ്റയ്ക്ക് അങ്ങ് പോയാ മതിയടി. എന്തോ മനുഷ്യ, എന്താ നിങ്ങളുടെ പ്രശ്നം? ഇന്നലെ എന്റെ ഇത് 60,000 രൂപയാണ് ഇന്നിപ്പോ അറിയാവോ നിനക്ക്? അതെങ്ങനെ എടി? ഇന്നലെ എന്റെ ചിറ്റപ്പന്റെ മൂത്ത മോളുടെ കല്യാണം അല്ലായിരുന്നു. അപ്പൊ എന്റെ ചിറ്റപ്പൻ എന്നോട് പറഞ്ഞ് നല്ലൊരു ഫോട്ടോഗ്രാഫറിനെ വേണമെന്ന്. അത് കേട്ട് ഞാൻ ആ ഫോട്ടോഗ്രാഫർ മുരളി ഏർപ്പാട് ചെയ്തു. ഡ്രോൺ ക്യാമറ സദ്യ വിളമ്പുന്നിടത്ത് വീഡിയോ എടുക്കാൻ വന്നപ്പം ഞാൻ നോക്കിയപ്പോ ചുടുവട്ടം കൊണ്ട് നിന്റെ ആ ഡ്രോൺ ക്യാമറ എടുത്ത് നിന്റെ ചിറ്റപ്പൻ എറിഞ്ഞിട്ട് ഈ മുരളി എന്റെ കഴുത്തിന് പിടിച്ചിട്ട് പറഞ്ഞു, എടുക്കടോ എന്റെ 60,000 രൂപ. നിന്റെ ചിറ്റപ്പനോട് ഞാൻ അത് ചോദിച്ചപ്പോ പറയുക, അത് മോനെ കലവറ കാക്ക കയറിയാണ് കാക്ക എറിഞ്ഞിട്ടേന്ന്. കാക്കേതാ ഡ്രോൺ ഏതാന്നറിയാത്ത ഒരു ചിറ്റപ്പൻ. എന്റെ ചിറ്റപ്പ ഈ വീട് പാലച്ചിന് കുറെ സഹായിച്ചിട്ടുള്ളല്ലേ? എവിടെ ചിറ്റപ്പ സഹായിച്ചു തോണ്ടാ ഹാളി ഇരിപ്പുണ്ട്. വട്ടത്തിയിരിക്കുന്ന ഒരു ക്ലോക്ക്, അതിന് പോലും അറിയത്തില്ല അതിന്റെ സമയം. നിങ്ങളെ 3 പേർക്കുള്ള പാഴ്സൽ മേടിച്ചോണ്ട് അന്ന് പുള്ളിക്കാരൻ ഇവിടുന്ന് പോയത്. നിങ്ങൾ കാരണമാണ് ഈ കല്യാണം അലങ്കോലമായത്. ഞാനെന്തോ എന്റെ ഷാജോൻ ചേട്ടൻ കേക്കണം. ചെക്കന്റെ വീട്ടുകാർ സദ്യ കഴിക്കാതിരുന്നപ്പം പാത്രം കഴിവ വെള്ളം രസമാണെന്ന് പറഞ്ഞ് എടുത്തു കൊടുത്ത മനുഷ്യനാണ്. നീ കണ്ടായിരുന്നു? പിന്നെ കാണാതെ പിന്നെ നീ എന്നോട് പറഞ്ഞില്ലല്ലോ എന്റെ ഭർത്താവ് എനിക്ക് വേണ്ടേ. പിന്നെ എന്റെ ചിറ്റപ്പ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മനുഷ്യ? എങ്ങനെ പറയാൻ പറ്റും? തീപ്പാർത്തിക്ക് അധികം വന്ന അവലും 3 ഏത്തക്ക അണ്ണാക്കിയിരിക്കല്ലേ, പിന്നെ എന്തെങ്കിലും മിണ്ടാൻ പറ്റുമോ? ഇനി നിന്റെ കുടുംബക്കാർക്ക് ഭയങ്കര വേർതിരിവ. എന്നോടൊരു ബഹുമാനമില്ല, പുതിയ മരുമോനുള്ള ബഹുമാനം അറിയാവോ? എന്റെ കുടുംബക്കാരെ എന്തോ ചെയ്തതാ നിങ്ങൾ ഈ പറയുന്നേ? ഞാൻ കുടുംബക്കാരെല്ലാരും കൂടെ ഇവിടെ വിരുന്നിട്ട് വന്നായിരുന്നു. ആരൊക്കെ ഉണ്ടായിരുന്നു? ചിറ്റം, മൂത്ത മരുമോൻ, ഇളയ മരുമോൻ, പിന്നെ നിങ്ങളും ചോറ് കഴിക്കായിരുന്നു. ആ കറി വിളമ്പിയോ? പിന്നെ വിളമ്പാതെ കറി വിളമ്പിയപ്പം മൂത്ത മരുമോന് ചൂരാട് ഇത്രയും വലിയ പീസ്, ഇളയ മരുമോന് വാല്, എന്റെ ചിറ്റപ്പന് തല, എനിക്ക് വന്നപ്പോ 3 കുടംപുളി. ചോദിച്ചപ്പോ പറയാത് കരിമീനാ മോനെ ഉടച്ചു പോയതാണ്. കരിമീനേതാ കുടംപുളിയെല്ലാം തിരിച്ചറിയാത്ത എനിക്കാണോ? ബഹളം വെച്ചാലോ, നമുക്ക് വീട്ടിലിട്ട് പോവാം. ആ നീ പോയി ആ റൂം തുറക്ക്, പോ അടുക്കള പോയി തുറക്ക്. അച്ഛന്റെ അപ്പുറത്തിരിക്കുന്ന രമണി ചേച്ചി അന്ന് ചിറ്റപ്പന്റെ അവിടുന്ന് പായസം എടുത്തോണ്ട് പോയ ചോറ്റ് മാത്രമില്ലേ അത് കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവിടെ പ്രശ്നമാകും. ഉണ്ടല്ലോ മനുഷ്യ എന്ത് മേടിച്ചു വെക്കും? മോനെ പാത്രം തരാമോ? അത് എടുത്തോണ്ട് പോ. പിന്നെ പാത്രം ഈ ജന്മത്തിൽ കിട്ടത്തില്ല. അയ്യോ ചിലപ്പോ കല്യാണത്തിന് വന്ന് ഏതെങ്കിലും വകയില് ആരെങ്കിലും ആയിരിക്കും. ഞാൻ പോയി നോക്കിയിട്ട് വരാം. അയ്യോ കോമഡി ഇല്ലെങ്കിൽ അത് പറയണം. ഞാനിങ്ങനെ പാമ്പിനെ കയറി അതിഥിന്ന് വിളിച്ചു കോമഡി ഉണ്ടാക്കല്ലേ. പാമ്പിനെ അത് ഇങ്ങോട്ട് ഇറക്കി വിട്. അയ്യോ പാമ്പിനെ ഇറക്കി വിടാൻ അതിനകത്തിരിക്കുന്ന നവവധുവല്ല പാമ്പാ. അത് പാമ്പിന്റെ മുമ്പിൽ ചെയ്യുമ്പോ അറിയാം അതെന്തോ ചെയ്യുമെന്ന്. നിങ്ങൾ പാലാ സുരേഷിനെ വിളി. പാലാ സുരേഷ് ഈ പാമ്പിനൊക്കെ പിടിക്കുന്ന ആളില്ലേ? ഇടി അത് വാവാ സുരേഷ്. ഏതെങ്കിലും സുരേഷ് ആവട്ടെ, നിങ്ങൾ വിളിച്ചാണ് വാവാ സുരേഷിനൊന്നും വിളിച്ചാ വരൂല. അങ്ങനെ അങ്ങ് തിരുവനന്തപുരത്തല്ലേ. ഞാൻ എന്റെ അറിവ് ഒരു പാമ്പാട്ടി ഉണ്ട്. പുള്ളിക്കാരൻ ആ ജംഗ്ഷനിലാ എപ്പോഴും നിൽക്കുന്നത്. അപ്പൊ അവിടെ കാണുമായിരിക്കും, വിളിച്ചു നോക്കാം. ഹലോ ആ പാമ്പാട്ടി അല്ലേ? അതെ പാമ്പാട്ടി, എന്റെ വീട്ടിൽ ഒരു പാമ്പ് കയറി. അതിനെ ഒന്ന് ഓടിക്കാൻ വരാവൂ? അല്ല ആ ജംഗ്ഷനില്ലേ താങ്കളിപ്പോ ഇരിക്കുന്നേ, ആ ജംഗ്ഷനിൽ ആരോടെങ്കിലും ചോദിച്ചാ മതി കപ്പസുലിയുടെ വീട് പറഞ്ഞു തരും. എന്നോട് പാമ്പാട്ടി പറയുക നിന്റെ ഈ പേര് കേട്ട ഈ പാമ്പ് ഇങ്ങോട്ട് എഴുന്നള്ളി വന്നേന്ന്. എന്നാലും പുള്ളിക്കാരനിപ്പോ വരും, പേടിക്കണ്ട. അതെ ഇവിടെ നിന്നാണ് എന്നെ വിളിച്ചേ? അതെ ഇവിടുന്ന് വിളിച്ചേ. ആ എന്ത് പറ്റി? അത് ഞങ്ങളങ്ങ് തൊടുപുഴയിലുള്ള ഇവിടെ ചിറ്റപ്പന്റെ മൂത്ത മോളുടെ കല്യാണമായിരുന്നു. അപ്പൊ കല്യാണത്തിന് പോയിട്ട് വീട്ടിൽ വന്നതുമല്ല, അങ്ങ് അടുക്കളയുടെ കഥവ് തുറന്നപ്പോ അവിടെ ഒരാൾ ഇരിക്കുന്നു. ചിറ്റപ്പനാ? അല്ല ചിറ്റപ്പന്റെ മോളാ? അല്ലെന്ന്. പിന്നെ ആര്? പാമ്പായി വന്നിരിക്കുന്നു. ഓ ചിറ്റപ്പൻ പാമ്പായി വന്നിരിക്കുന്നെന്ന്. തന്റെ ചിറ്റപ്പ അടിച്ചു വിറ്റായി അകത്ത് വന്നിരിക്കുന്നതിന് ഞാൻ ഇപ്പൊ എന്തോ ചെയ്യാനാ? എന്റെ ചിറ്റപ്പൻ അടിച്ചു വിറ്റായിരിക്കുന്നെന്ന്. ഈടോ പാമ്പ് വന്നിരിക്കുന്നത്, പാമ്പ്. ഓ പാമ്പ് ഒറ്റയ്ക്കാണോ വന്നേ? അല്ല, ചിറ്റാറുള്ള കുഞ്ഞമ്മയും പിന്നെ വെമ്പായത്തുള്ള മാമനെ വിളിച്ച് ഫാമിലിയായിട്ട് വന്നിരിപ്പുണ്ട്. ഈടോ പാമ്പ് ഒറ്റയ്ക്കാ വന്നേ. അതിനെ പെട്ടെന്ന്
പെട്ടെന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോ. അതെ, പെട്ടെന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോവാൻ പിണങ്ങി വന്ന് അകത്തിരിക്കുന്ന എന്റെ പെണ്ണുമ്പിള്ളയല്ല, എടോ പാമ്പാണ്. സമയം വേണം. അത് മാത്രമല്ല, ഏതിനം പാമ്പാണെന്ന് എനിക്കൊന്ന് അറിയണം. ഏതിനും പാമ്പൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പെണ്ണുങ്ങളെ കണ്ടുകൂടാ പാമ്പാണ്. അതൊക്കെ നിനക്ക് മനസ്സിലായി. വല്ലാത്തൊരു നോട്ടു ഷൂഷൂന്നുള്ളൊരു ഷൂഷൂന്നൊരു വിളിയുണ്ട്. ആ വിളി ഞാനങ്ങ് പൊക്കും. ഇപ്പൊ ആ മാറ്റർ അങ്ങോട്ട് വിട്. ഈ മാറ്ററിലോട്ട് അങ്ങ് കടക്ക്. അതിന്റെ കൂടി കയറ്റി വിടല്ല. പോയി പാമ്പിനെ പിടിവോ. ആ, പാമ്പ് എവിടെ ഇരിക്കുന്നേ? അടുക്കള ഭാഗത്ത്. ആ, എന്നാ പോയി ഞാൻ പാമ്പിനെ പിടിച്ചിട്ട് തരാം. ഫ്രണ്ടിലോട്ട്. അടുക്കള. ഓ, അപ്പൊ കണ്ണു കാണത്തില്ല. അല്ല, വയസ്സായതല്ലേ, ചെറിയൊരു കാഴ്ച കുറവുണ്ടേ. അപ്പൊ ഈ പാമ്പിനെയൊക്കെ എങ്ങനെ പിടിക്കുന്നു? ഈ പാമ്പിന്റെ മണം എനിക്ക് പെട്ടെന്ന് കിട്ടും. ഞാൻ മണപ്പിച്ചങ്ങ് പിടിക്കും. എണ്ണ മണപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് വെക്കോ. ഞാൻ പോയി പാമ്പിനെ പിടിച്ചിട്ട് തരാം. അങ്ങോട്ടാണേ പൊക്കോടെ. അയ്യോ ദേരേ, ഇത് വല്ലോ നടക്കോ? നടന്നത്. എടി, ഞാൻ ഈ പാമ്പാട്ടിയൊക്കെ വിളിച്ചത് നമുക്ക് പെട്ടെന്ന് പാമ്പിനെ കൊണ്ടുവന്ന്. കൊള്ളാലോ, ചാക്ക കൊണ്ടാ വന്നേക്കുന്നത് കേട്ടോ. മകടിയൊക്കെ ഉണ്ട്. അതെ, നിങ്ങൾ ഇങ്ങനെ വന്നേ. ഞാൻ ആ അടുക്കള ഭാഗത്തൂടെ ചെന്ന് ആ കതവിങ്ങനെ തുറന്നു നോക്കിയതും നമ്മുടെ അടുപ്പില്ലേ, ആ അടുപ്പിന്റെ മുകളിലുള്ള ഭിത്തിയിൽ ഒന്നല്ല 3 പാമ്പിങ്ങനെ പത്തിയും വിടർത്തിയിരിക്കുന്നു. അയ്യോ, അത് പാമ്പല്ല, എന്റെ മോന് തവിയാ. തവിയെ വരെ ഇപ്പൊ പാമ്പാന്ന് പറഞ്ഞ് നിൽക്കുന്ന ഇയാളെ കൊണ്ട് എന്തോ ചെയ്യാൻ? ഇയാളാണോ പാമ്പ് പിടിക്കാൻ ഞാൻ വിളിച്ചത്? അല്ല, കണ്ണിന് ചെറിയൊരു കാഴ്ച കുറവുണ്ടേ. ഇനി ഞാൻ വരുമ്പോ പാമ്പിനെ കൊണ്ടേ വരും. ഇപ്പൊ ശരിയാക്കി തരാം. എടി, ഞാൻ നിന്നോട് അന്നേരെ പറഞ്ഞ വീടും മൂട്ടിയൊന്നും പോകണ്ടാണ്ട്. എന്തോ ചെയ്യാനാ? അങ്ങനെ എന്റെ ബെൽറ്റ് എടുത്തോണ്ട് വരുമോന്ന് ആർക്കറിയാം. തോണ്ട വരുന്ന. അതെ, ഇപ്പൊ പാമ്പിനെ പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാമ്പ് നല്ല ദേഷ്യത്തില. അങ്ങനെ പടം പൊളിഞ്ഞിരിക്കുക. സിനിമയാ? അല്ല, പടം പൊളിഞ്ഞിരിക്കണെന്ന് പറഞ്ഞ് പാമ്പിന്റെ തൊലി ഒളിഞ്ഞിരിക്കുക. നീ കൂടി ഇങ്ങനെ തുടങ്ങാൻ അയാളെ വന്നാ മതി. ഇങ്ങനെ നമ്മളെ വീട്ടിൽ കയറിയപ്പോ ഒന്നും കിട്ടിയില്ലായിരിക്കും. അതുകൊണ്ട് നാണമായിട്ട് അവിടെ തൊലി ഒരിഞ്ഞിരുന്നായിരിക്കും. ഞാൻ പോയി എന്നാ ഒന്നും കൂടെ നോക്കിയിട്ട് വരാം. ഒന്നും കൂടെ നോക്ക്, ചിലപ്പോ കിട്ടിയാലോ. കിട്ടും. നടന്ന പോലെ തന്നെ. അത് തന്നെ. എന്തു പാടി ഇത്? എന്തായാലും ഇത് കൊള്ളല്. എന്നാലും നിന്നോട് ഞാൻ പറഞ്ഞേ ഇപ്പോഴൊന്നും വരണ്ട, അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു. അറിയാമോ നിനക്ക്? നിന്നോട് ഞാൻ അന്നേരം പറഞ്ഞേ, ഞാൻ ചിറ്റാപ്പന്റെ ഒരു താലി കെട്ടു. ഒരു താലി കെട്ടുള്ള പോടെ അവിടുന്ന്. ദേഷ്യം വരുന്നു മനുഷ്യന്റെ. അതെ, ആരും പേടിക്കണ്ട, പാമ്പിനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം. രാജവെമ്പാലയാണേ. കണ്ണുപുല്ലും കാണാതെ എന്തുകൊണ്ട് എടുത്തോണ്ട് വന്നേക്കുന്നു? ഫോട്ടോ എടുക്കേണ്ടവരൊക്കെ മാറി നിന്നോ. അടുത്തവരില്ലേ കുത്തും. ആ പാമ്പിനെ കൂടെ ഒന്ന് തന്നേ. ഓഹോ, മുമ്പേ പാമ്പിനെ പിടിച്ച് ശീലം ഉണ്ടല്ലേ? എന്റെ കയ്യില് കവലമടനായിരിക്കുന്നു. ഒറ്റെണ്ണം ഞാൻ വെച്ചേര്. പ്രായത്തിന് മൂത്തേ നോക്കത്തില്ല. ഇതാണോ പാമ്പ്? അപ്പൊ ഇത് പാമ്പല്ലേ? പാമ്പല്ല, ചേമ്പ്. എന്നാ പിന്നെ ഞാൻ ശരിക്കുള്ള പാമ്പിനെ പിടിച്ചോണ്ട് വരാം. നിങ്ങൾ ഇവിടെ നിക്കി. ഇനി എന്തായാലും ഞാൻ പാമ്പിനെ കൊണ്ടേ വരൂ. വരുമ്പോ ഏരി കൊണ്ടോട്ടേ പോകത്തുള്ളൂ. എത്ര നേരമായെന്നറിയോ വീട്ടിൽ വന്നിട്ട്? ഫുട്ബോൾ കളി പോലും കാണാൻ പറ്റത്തില്ല. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയൊക്കെ ഒന്ന് പാമ്പിനെ ഇറക്കിയെങ്കിൽ അകത്ത് അറിയിച്ചിട്ട് ചൂട് വെള്ളമിട്ട് കുടിക്കായിരുന്നു. അതെ, പാമ്പിനെ കിട്ടി. നിങ്ങൾക്കല്ല എനിക്ക് കണ്ണ് കണ്ടുകൂടെന്ന് പറഞ്ഞ് എന്നെ പുച്ഛം. പിടിക്കല്ലേ. മറിക്കേ. അയ്യോ, അയ്യോ, സമാധാനമായി. എന്തായാലും ഇത്രയും നേരത്തെ കഷ്ടപ്പെട്ട് താങ്കളെ പിടിച്ചല്ലോ. പൈസ ഞാൻ ഗൂഗിൾ പേ ചെയ്താലും കുഴപ്പമില്ലല്ലോ. അല്ല, എനിക്ക് ഗൂഗിൾ പേ ഇല്ല. കയ്യിലില്ല, പിന്നെ ATM എടുത്ത് തരണോ? ശരി. ഇടി, നീ അകത്ത് പോയി നോക്കിക്കാൻ ചായ ഇട്ടോണ്ട് ഓടി പോ. ഇട്ടോണ്ട് വരാം. എന്താ നോക്കുന്നേ? അല്ല, ഒരു പാമ്പിനെ കിട്ടി. പക്ഷെ ഇന്ന് ഞാൻ കാട്ടിൽ കൊണ്ട് കളയാനേ 9 പാമ്പിനെ ഞാൻ ഈ ചാക്കിന്റെ അകത്തിട്ടിരുന്ന്. ചാക്കാണെങ്കിൽ തുറന്നും കിടക്കണം. ഇത് നിങ്ങളെ വീട്ടിന്റെ അകത്തോട്ട് എഴിഞ്ഞ് കേറിയോന്ന് എനിക്കൊരു സംശയം. ചായയുടെ കൂടെ കടി വേണോന്നായിരിക്കും. ചായയുടെ കൂടെ കടി വേണ്ട. നീ ഇനി അവിടെ നിനക്കായിരിക്കും കടി കെട്ടുന്നേ. എടി, ഇപ്പൊ ഒരെണ്ണത്തിനെ പിടിച്ചോളൂ. ബാക്കി 9 എണ്ണത്തിന് അങ്ങോട്ട് കേറ്റി വിട്ടിട്ടുണ്ട്. ജീവൻ നല്ലൊരു കൈയടി. നല്ല ഉഗ്ര സ്കിറ്റ് ആയിരുന്നു.
പോളി ഷാജോൻ ചേട്ടാ. സൈന്താവ്, ദോ, അനന്യ, നിത എന്തിയെ? നിതയുടെ പേര് അനൗൺസ് ചെയ്താൽ നിത വരില്ല. ഈ കൊച്ചിന് പണ്ട് മുതലുള്ള കുഴപ്പം. നീത എന്താ വരാത്ത? വേറെ ആരെയോ ഒക്കെ ഷേപ്പ് ഉണ്ടല്ലോ, നമുക്ക് പരിചയമുള്ള ആരുടെയൊക്കെ ഒരു ഷേപ്പ് ഉണ്ട് മോൾക്ക്. 3 പേരും നന്നായിട്ട് ചെയ്തു കേട്ടോ, അടിപൊളിയായിരുന്നു. ഈ പറഞ്ഞ സൈന്ധവ മോനെ ചക്കര എന്താ പനിയാണോ? ആ, ഒരു വോയിസ് ഇങ്ങനെ ഒരു സ്ട്രെയിനും അതുപോലെ മൂക്കടവിന്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. പക്ഷെ അതിന്റെ എനർജിക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല. അടിപൊളിയായിരുന്നു കേട്ടോ. അനന്യ മോളും നന്നായിരുന്നു, നന്നായിട്ട് പെർഫോം ചെയ്തു. നീത ഈ പറഞ്ഞ പോലെ ഇതുവരെ വരാത്തൊരു ഗെറ്റപ്പ് അല്ലേ മോളെ? ഒരു വലിയ മുടിയൊക്കെ വെച്ച് മീശയൊക്കെ ചേരുന്നുണ്ട്. ആക്ച്വലി നിതേക്കാളിലും ഭംഗിയുണ്ട്. ഒറിജിനൽ പാപ്പനെ കിട്ടാൻ ഒരെണ്ണം അവൻ്റെ അടുത്തോട്ട് വിട്ടത് കേട്ടോ. ആ, 3 പേരും നന്നായിട്ട് ചെയ്തു. ഇടയ്ക്ക് ചില ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് കുഴപ്പമില്ല. ഇടയ്ക്ക് ചെറിയ കുട്ടികളായതുകൊണ്ട് അതൊന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അത്യാവശ്യം തമാശകളും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കണ്ണ് കാണാൻ മേലാത്ത നിതമോളുടെ ആക്ടിങ്ങും കാര്യങ്ങളും ഒക്കെ നന്നായിരുന്നു. 3 പേരും അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തു കേട്ടോ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ് ചേട്ടാ. ചേട്ടാ അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. അനന്യയും സൈന്ധവും തമ്മിലുള്ള കോമ്പിനേഷൻ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര കളർഫുള്ളാണ് കാണാനായിട്ട്. നിങ്ങൾ നല്ല രസമായിട്ട് ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ സംസാരിച്ചു. എനിക്ക് ആ കവളം മടലായിട്ട് വന്ന ഭയങ്കര. പിന്നെ സൈന്ധവിന്റെ കുറെ കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ മീശ മാധവൻ മീശ വിരിച്ചാൽ കക്കോന്ന് പറഞ്ഞിട്ട് ഈ സൈന്ധവും മീശ വെച്ച അന്ന് പൊളിയാ. ഈ നമ്മുടെ ഷാജോൻ പറഞ്ഞിട്ട് എനർജിക്ക് ഒട്ടും എനിക്ക് തോന്നുന്നത് കൂടുതലായിരുന്നു എനർജി. അവസാനം ക്ലൈമാക്സിൽ നിപ്പ് സ്റ്റില്ലായി നിന്ന സ്റ്റാച്ചു പോലെയൊക്കെ നിന്നത് ഉൾപ്പെടെ ഗംഭീരമായിരുന്നു. ഓൾ ദ ബെസ്റ്റ് കേട്ടോ. താങ്ക് യു ചേട്ടാ. നസീർക്ക, ഇത് എത്ര പ്രാവശ്യം റിഹേഴ്സൽ ചെയ്തു? ഒത്തിരി പ്രാവശ്യം ചെയ്ത്. കാര്യം ഇവിടെ ഏറ്റവും കൂടുതൽ റിഹേഴ്സൽ ചെയ്യുന്നത് കൊച്ചു കുട്ടികളാണെന്നാണ് പറഞ്ഞത്. അവർ ആ പഠിച്ചത് കറക്റ്റായിട്ട് എന്തെങ്കിലും അഡീഷണൽ കൈ നിടുന്നതല്ലാതെ ആ പഠിച്ചതിലൊന്നും താഴോട്ട് മറന്നു പോവുകയോ തെറ്റുകയോ ചെയ്യാറില്ല. അപ്പം ഞാൻ ചോദിക്കാൻ കാരണം 1-2 സ്ഥലത്ത് ചെറിയ ഡൗട്ടുകൾ നിങ്ങളുടെ ഭാഗത്ത് ഇതേവരെ ഉണ്ടാകാത്തതാണ് ഇന്ന് 1-2 ഭാഗത്തൊക്കെ ഉണ്ടായത്. അത് കുറ്റമായിട്ട് പറഞ്ഞതല്ല കേട്ടോ, അതുകൊണ്ടാണ് ചോദിച്ചത്. റിഹേഴ്സൽ കുറവുമല്ലോ ഉണ്ടായിരുന്നു എന്ന്. കുറവില്ലായിരുന്നല്ലോ അല്ലേ? അതൊന്നും സാരമില്ല മക്കളെ, എല്ലാം നല്ല രീതിയിൽ നിങ്ങളുള്ളത് നല്ല വൃത്തിയാക്കി ചെയ്തു. എനിക്കൊരു കാര്യം പറയണ്ടേ? ഇന്ന് ഒരാളുടെ അടുത്ത് മെയിൻ ആയിട്ട് പറഞ്ഞു വിട്ട ഒരു കാര്യമാണ് സാരി ഉടുത്ത നാളാണ് ദീപ്തി മാമി. ദീപ്തി മാമി ഒരു നല്ലൊരു ദീപ്തി മാമി ഇവിടെ സ്കിറ്റ് കളിക്കുന്നതാ. നമ്മുടെ ദീപ്തി മാമി, ഇത് ഐറ്റം വേറെയുടെ സ്വന്തം ദീപ്തി മാമി. അപ്പൊ ദീപ്തി മാമിക്ക് നല്ല കൈഡി. അല്ല, ദീപ്തി മാമി ഇത് പറഞ്ഞു വിട്ടതാണോ അതോ പറഞ്ഞു വിട്ടായിരുന്നു? സാരിയൊക്കെ കൊടുത്തു തരാം, പക്ഷെ അവിടെ കയറി പറയണം. പക്ഷെ അങ്ങനെ നമുക്ക് തോന്നില്ല, പറഞ്ഞു വിട്ടതായിട്ട് നമുക്ക് തോന്നില്ല. അല്ല, കോസ്റ്റ്യൂം ഇന്ന് മാറി ഇപ്പൊ ആർട്ടിലാണ്. ഓക്കെ, എന്തേലും ആയിട്ട് നന്നായിട്ടുണ്ട്. മോളുടെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. അപ്പൊ മൊത്തത്തില് അടിപൊളിയായിരുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോ ചെറുകളുടെ മാർക്സ് ബിജുക്കോട്ട ചേട്ടാ. ഞാൻ ഒരു 10,000 രൂപ. 10,000 രൂപ. അടിപൊളി. നസീർക്ക? ഞാനും കുറയ്ക്കുന്നില്ല, 10,000 രൂപ. ടോട്ടൽ 20,000 രൂപ. അപ്പൊ പിന്നെ എനിക്കും കുറയ്ക്കാൻ പറ്റില്ല. കിടക്കുന്നു അവിടെ ടോട്ടൽ എമൗണ്ട്. അടിപൊളി. ഇതിൽ നിന്നും ഒരു 1,500 രൂപ ചേച്ചിക്ക് കൊടുത്തേക്കണേ. ചേച്ചിക്ക് ചേച്ചി ഫ്ലവേഴ്സ് ആയിട്ടാ പോകുന്നു. പുറത്ത് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തേലും എക്സ്ട്രാ റോൾ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ മക്കളെ പിന്നെ റെസ്റ്റ് എടുക്കണം, മരുന്ന് കഴിക്കണം കേട്ടോ. ഓക്കെ, ടാറ്റാ. ദീപ്തി മാമിയോട് അന്വേഷണം പറയണേ. എടാ നിതേ കാണുവാണ് ഒന്ന് അന്വേഷണം അറിയിച്ചേ കേട്ടോ. ടാറ്റാ. കോമഡി. ഇത് ഐറ്റം വേറെ. അടുത്ത ഐറ്റം ടീം ചിത്തൻ ചേട്ടനുണ്ട്, ഷെജീറുണ്ട്, ദീപ്തിയുണ്ട്. ലെറ്റ്സ് വെൽക്കം ഇവരെ 3 പേരെ. ഉദയം കണ്ണെഴുതി കമലദളം ചൂടി കളഹം സംപാൽക്കടലിൽ നീരാടി. ഉദയം കണ്ണെഴുതി കമലദളം ചൂടി കളഹം സംപാൽക്കടലിൽ നീരാടി. എന്റെ ദൈവമേ, എന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിട്ട് വീട്ടുകാരൻ പറ്റി ഒളിച്ചോടി വന്ന പെണ്ണാണ്. സപ്രമഞ്ചിനി കിടക്കണ പോലെ ബസ് സ്റ്റാൻഡിൽ ചുരുണ്ടുകൂടി കിടക്കണത്. ശില്പേ അമ്മേ, എടി ശില്പേ നീക്കടി. ഈ ബസ് സ്റ്റാൻഡിലെ സ്ട്രീറ്റ് ലൈറ്റ് ഓഫ് ചെയ്യാൻ ഞാൻ ആരുടെ പറയേണ്ടത്? എടി ശില്പൊന്ന് എണീക്കടി. നീ ഒന്ന് സുരേഷാ, ഞാൻ ചെറിയല്ലേ? എനിക്ക് നിന്റെ മടിയിൽ കിടന്നുറങ്ങണോടെ എല്ലാ ദിവസവും ഉറങ്ങണ പോലെ. മടിയിൽ കിടന്നുറങ്ങാനാ? തണുക്കനുണ്ട്, നീ കട്ടുമ്മലോട്ട് എടുത്ത് കിടത്തറ സുരോ. എടി എണീക്കടി.
ആരടി സുരേഷ്? നിന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് ചെറി. അതൊന്നും ഞാൻ വിളിക്കില്ല, ഞാൻ നിന്നെ സുരേഷ്. അതും പറഞ്ഞ് കിടന്ന് ഉറങ്ങണ. എടി ശില്പേ, എന്താണ് നമ്മൾ ഒളിച്ചോടി വന്നേക്കാണ്. ഇതേ കുറച്ച് കഴിയുമ്പോ ബാംഗ്ലൂർക്കുള്ള ബസ് വരും. ആ ബസ് വരുന്ന സമയത്ത് നമ്മൾ ആ ബസ്സിൽ കയറുന്നു. ബാംഗ്ലൂരിൽ എത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സേഫാണ്. എടി ഇരുന്ന് ഉറങ്ങണ. ടിക്കറ്റാ ബസ് വന്നിട്ട് നീ എണീറ്റ നീ ഇരുന്ന് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോവും. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചേക്ക്. അതെ കുറച്ച് കഴിയുമ്പോ ബാംഗ്ലൂരിലുള്ള ബസ് വരും. ആ ബസ്സിൽ നമ്മൾ കയറി പോകുന്നു. ബാംഗ്ലൂരിൽ എത്തി കഴിഞ്ഞാൽ നമ്മൾ സേഫാണ്. പിന്നെ നമ്മുടെ ജീവിതം തിരിഞ്ഞു നോക്കണ്ട. ഇരുന്നുറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിർത്തിയത്. നിന്നുറങ്ങാണ് നീ. എന്താടാ? തിരുവനന്തപുരം, കൊല്ലം, കായംകുളം, ആലപ്പുഴ വഴി എറണാകുളത്തേക്ക് വന്ന ബസ് ആന്ധ്രാ സ്റ്റാൻഡി പിടിക്കാതെ കൊണ്ടുപോകണേ. സ്റ്റാൻഡി കേട്ടറാ. അത് ബാംഗ്ലൂർ അല്ല, വേറെ വണ്ടിയാണത്. തിരുവനന്തപുരം, മായൂർ, അഞ്ചൽ, കൊട്ടാരക്കര വഴി പുനലൂർ വഴി പോകുന്ന ആരും അങ്ങോട്ട് ഓടണ്ട. അങ്ങനെ ഒരു വണ്ടി തരാന്ന് പറഞ്ഞ് തന്നാൽ ഞങ്ങൾ ഓടിക്കും. ബാംഗ്ലൂരിൽ പോയിട്ട് ജീവിക്കേണ്ട നമുക്ക്. കയ്യിൽ എന്തെങ്കിലും എടുത്തിട്ടുണ്ടാ? അത് ടങ്കട അല്ല, അതിന്റെ പേര് ബാഗ് എന്നാണ്. എടാ ഇതൊക്കെ വാടക എടുത്ത് നമ്മുടെ കല്യാണത്തിന് ഇടാൻ വേണ്ടിട്ട്. നിന്റെ അച്ഛന് ഇഷ്ടം പോലെ സ്വത്തുണ്ടല്ലോ, നിന്റെ പേരിൽ ഒന്നും എഴുതി വെച്ചിട്ടില്ലേ? എനിക്കൊന്നും തന്നില്ല, അച്ഛനെല്ലാം ചേച്ചി കൊടുത്ത്. ചേച്ചിക്ക് എഴുതി കൊടുത്ത്. അപ്പൊ നിന്റെ പേരിൽ സ്ഥലമൊന്നുമില്ല. എന്റെ പേര് സ്ഥലമില്ല, പക്ഷെ എന്റെ അമ്മയുടെ പേര് സ്ഥലമുണ്ട് ഇടുക്കിയില്. അത് പോരടി, നിന്റെ പേര് എഴുതി തരാൻ പറയാൻ പാടില്ലായിരുന്നോ? തങ്കമണി. ആ തങ്കമണി എന്റെ അമ്മയുടെ പേരാണ് തങ്കമണി. ഇടുക്കിയിലൊരു സ്ഥലമുണ്ട് തങ്കമണി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ പഞ്ചായത്തൊക്കെ എന്റെ പേരിൽ സർക്കാർ എഴുതി തരുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടാ. നീ എന്റെ കൂടെ പോകുന്നതിൽ നിനക്ക് ഭയങ്കര സങ്കടം ഉണ്ടല്ലേ? എനിക്കെന്ത് സങ്കടം? എനിക്ക് ജെറി ഉണ്ടല്ല. ഞാനേ ബാഗിനകത്ത് വെച്ചാൽ നോക്കട്ടെ, ഉണ്ടെങ്കിൽ തരാട്ടാ. എന്ത് ഓയിൽമെന്റ്? ചൊറിയണ്ടല്ലോ പറഞ്ഞ, ജെറി ഉണ്ടെന്ന്. നീ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അതാണ് പറഞ്ഞത്. സത്യമായിട്ട് സത്യം. കൊമ്പത്തെ ചങ്ങാതി പൂവേ, നിന്നോടെ ഇഷ്ടങ്ങൾ ചൊല്ലാം ഞാൻ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടായിരുന്നു. എന്ത് നാടാ? ഞാൻ തന്നെയാണ് കണ്ടത്. തന്നെയല്ലാണ്ട് എല്ലാരെയും വിളിച്ച് കാണിക്കാത്ത സിനിമയൊന്നല്ലല്ലോ. അതല്ല പറഞ്ഞത്, ഞാൻ നിന്നെയാണ് കണ്ടതെന്ന്. എന്താ കണ്ടത്? ഞാൻ കണ്ട സ്വപ്നത്തിലുണ്ടല്ലോ, ദൈവന്റെ മുമ്പിലേക്ക് വന്ന് എന്നിട്ട് എന്നോട് ചോദിക്കാണ്, നിനക്ക് എന്താ ആഗ്രഹം വേണമെങ്കിലും പറഞ്ഞാൽ സാധിച്ചരാന്ന് പറഞ്ഞു. നീ എന്താ ചോദിച്ചത്? ജീവിതത്തിൽ ആരും പ്രേമിക്കാത്ത ഒരു പെണ്ണിനെ എനിക്ക് തരാൻ പറഞ്ഞു. അപ്പൊ ദൈവം പറയണേ, ആ പെണ്ണാണ് ഇപ്പൊ എന്റെ കൂടെ ഇരിക്കണെന്ന്. അതായത് നീ. ദൈവമേ, ദൈവമൊക്കെ നുണ പറയാൻ തുടങ്ങി. എന്താണ് പിന്നെ അയ്യോ അയ്യോ പ്രശ്നമാടി. ഇടി വടക്കേല അമ്മ ഒരു നീ എന്തടി പേടിക്കണത്? നിനക്ക് അമ്മാമനെ കുറിച്ച് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. അവര് വാ തുറക്കണതിനെ കുശുമ്പ് കുന്നായ്മത്തരവും കുടുംബ കുത്തിരിപ്പുണ്ടാക്കാനും വേണ്ടിട്ടാണ്. ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായതപ്പോഴാന്ന് അറിയാമോ? ഇവര് അതിർത്തി കാണാൻ പോയ സമയത്താണ്. അവരിപ്പോ അങ്ങാടും ഇങ്ങോട്ടും നോക്കി നിന്നിട്ടില്ല ഇവര് കാണിക്കണത്. പൊന്നാൻ കുത്തിയിട്ടാണ് യുദ്ധം തുടങ്ങുന്നത്. 24 ന്യൂസ് കഴിഞ്ഞാ പിന്നെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ളത് ഈ അമ്മാമ്മയുടെ നാക്കിലാണ്. യോഗം ഇത് വാർദ്ധക്യപുരാണം, ഇതിലെല്ലാം കൊല്ലാപ്പിൻ കാലം അത് ചൊല്ലാനും നാണം, ഇനി എന്തെല്ലാം ചെയ്യുന്നു. വല്ലാത്തൊരു യോഗം ഇത് വാർദ്ധക്യപുരാണം. പള്ളി അടച്ചിട്ടിങ്ങി പോകുന്ന കിണിക്കണ്ട. അറിഞ്ഞായിരുന്നാവല്ല സംഭവം നാട്ടിൽ നടക്കുന്ന കാര്യം. ഉടുത്തൊരുങ്ങി ഇങ്ങ് പോകുന്നോണം. സുഭദ്രയുടെ പട്ടി പെറ്റെട്ട് കുട്ടി. ഞാൻ കണ്ടിട്ടില്ല സുഭദ്രയുടെ പട്ടിയെ കല്യാണം കഴിപ്പിച്ച് വിടുന്നെന്ന്. പിന്നെ എങ്ങനെ മക്കളുണ്ടോ? എല്ലാരും ഉണ്ടല്ലോ. അയ്യോ കുഞ്ഞെ, നിന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഈ ഒരു അകലം കീപ്പ് ചെയ്യുന്നത് നല്ലതാ. 16ന്റെ പണി നിനക്ക് വരുന്നുണ്ട്, 3 പേരും കൂടെ. സെലിബ്രിറ്റികൾ ഇതിനും മാത്രം നുണയും കുശുമ്പും പറയൂ. ഐശ്വര്യ, നീ ഇവിടെ ഇല്ലായിരുന്ന സമയത്ത് നിന്നെ എന്തൊക്കെയാ പറഞ്ഞെന്നറിയാവോ? പിന്നെ മക്കൾക്കൊരു കാര്യം പറയട്ടെ. ഈ അമ്മയോട് കുഞ്ഞിന് എന്തും തുറന്നു പറയാം. അമ്മ ഇതിലേ കൂടെ കേട്ട് ഇതിലേ കൂടെ കളയും. ഇതിലേ കേട്ട് ഇതിലേ കളയും. ആ അമ്മക്കൊരു കുഴപ്പമുണ്ട്. ഇതിലേ കേട്ട് കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോ ഇതിലേ കൂടെ കളഞ്ഞില്ല അമ്മക്ക് ഇരിപ്പ് വരത്തില്ല. ചെറിയ ചേന കഴിക്കുന്നുണ്ടാണ്. ശരി, എന്നാ ഞാൻ പോയിട്ട് വരാം. ബസ് പാലക്കാട്. അല്ല അമ്മ ഒരു കാര്യം പറയട്ടെ. അല്ല ഞങ്ങൾ ഇവിടെ നിന്ന് എന്തോ ദുഷിപ്പ് പറഞ്ഞെന്ന് പറഞ്ഞല്ല ജീവന. അതെന്താണെന്നൊന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞങ്ങക്ക് വിഷമവും. അത് നിങ്ങൾ ഇവിടെ നിന്ന് ആലോചിച്ച് ഉരുകുന്നത് എനിക്ക് എവിടെങ്കിലൊക്കെ നിന്ന് കാണണം. ഇങ്ങോട്ട് വരണ്ട. നീ ഒരു പണി അനങ്ങാതെ നിൽക്കുക. അനങ്ങാതെ ഞാൻ ബാക്കി നോക്കിക്കോളാം. അനങ്ങാതെ നിൽക്ക്. അനങ്ങാതെ നിൽക്കേട്ടാ. വണ്ടിയൊന്നും ഇല്ല. എടേ ഇറക്കാ
പാലക്കടക്കുള്ള വണ്ടി പോയാ? പല കടയ്ക്കുള്ള വണ്ടിയാ. ആ വന്ന് കയറിയപ്പോ തന്നെ കിടക്ക സാധനം. എടാ പലകടയിലേക്കുള്ള അല്ല, പാലക്കാടേക്കുള്ള വണ്ടി പോയോന്ന്. പാലക്കാട്ടേക്കുള്ള വണ്ടി അവിടെ വരും കുറച്ച് കഴിയുമ്പോ. അവിടെ വരും. അവിടെ ഇതെന്തോ ഈ സാധനം? അയ്യോ ഇത് മറ്റേ ഇതാ കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പം. കാണാതിരുന്ന കുഞ്ഞിരാമൻ അങ്ങനെ കാണാതിരുന്ന കുഞ്ഞിരാമല്ല, കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പമാണത്. ശില്പമാണോ ഇത്? ശില്പമാണത്. സത്യം സത്യം. കാട്ടി പോകാം, കൂട്ടി പോകാം, കുറുക്കനെ കണ്ടാ പേടിക്കുവാ. പേടിച്ച് ശില്പത്തെ പേടിച്ച് വട്ടം. ഏ? അമ്മാമ്മനെ പറ്റിച്ചേ. നമ്മുടെ കള്ളി എന്നെ മനസ്സിലാക്കി കളഞ്ഞില്ല. അമ്മാമ്മക്ക് മനസ്സിലായ? അമ്മാമ്മക്ക് മനസ്സിലാക്കി. അമ്മാമ്മയുടെ കണ്ണി കുരുവൊന്നുമില്ല. നീ ആരാന്നാ പറഞ്ഞവള്? കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പം അല്ല, തോട്ടുംതറയിലെ ദിവാകരൻ രൂപകൽപ്പന ചെയ്ത ശില്പ. നീ ആരുടെ കണ്ടൊക്കെ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞിട്ടില്ല? ആരുമായിട്ട് ഇറങ്ങിപ്പോയത്? ആരാണ് അമ്മാമ്മനോട് ഈ വേണ്ട? നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഏതാണ് ചെക്കൻ? ഏതാണ്? എടാ മാറടാ പതിവില്ല ആ ചെറുക്കനൊന്നും. ഞാൻ ഈ ചെറുപ്പക്കാരി പെമ്പിള്ളാരെ കണ്ടിട്ടില്ലടാ? ചെറുപ്പക്കാരി പെമ്പിള്ളേരാ. പിന്നെ പറഞ്ഞു തോണ്ടെന്ന് വന്ന്. അല്ല ഞാനാണ് ആ ചെറുക്കൻ. ഞാനായിരുന്നത്. നീയാണോ? ഞാനാണ് ചെറുക്കൻ. പക്ഷേ നീ എന്ത് കണ്ടിട്ടാണ് ഇവനെ പ്രേമിച്ച് ഇറങ്ങിപ്പോയത്? എന്റെ അമ്മാമ്മ ഈ ചെറിയ എന്ത് സ്നേഹമുള്ളവനാന്നറിയാമോ? എല്ലാവർക്കും ഭയങ്കര ഉപകാരിയാണ്, എല്ലാവരോടും ഭയങ്കര സഹകരണമുള്ളവനാണ്. മക്കള് വല്ലതും കഴിച്ചായിരുന്നാടാ? ഇല്ല അമ്മൂമ്മ, ഞാനൊന്നും കഴിച്ചില്ല. വന്നപ്പോ മൂലം ഇങ്ങനെ ഇരിക്കുകയാണ്, ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. മുടിഞ്ഞ സ്നേഹമോ അവന് കേട്ടാ. മക്കളെ ഇതിനകത്ത് ഉള്ള സാധനം എടുക്കടാ. എന്തിനാത്താ? അതിനകത്ത് പൊറോട്ട ഇരിക്കണം. നന്നാവും നോക്കട്ടെ. ആ പൊതി അഴിക്കടാ. ആ പൊതി അഴിക്കും. ആ ഇതിനകത്ത് ഇത് മാത്രമേ ഉള്ളൂല. അത് ഗ്യാസിന്റെ ഗുളിയ. 1.5 ദിവസമായില്ലേ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിയിട്ട്. അപ്പൊ വായി ഗ്യാസ് കയറി ചാവ് കൂടെ ഇറക്കാം. അത് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഉറങ്ങാലടി. വിളിക്കുമല്ലേ? വിളിക്കാം. അമ്മേ കിടന്ന് ഉറങ്ങുന്നല്ല പോലെ. എങ്ങനെ ഇരിക്കണം? ഒരച്ഛനും അമ്മക്ക് ഏക മകള്, എന്നിട്ട് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയിരിക്കുന്നു. നിനക്ക് നാണമില്ലേടി ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കാൻ, കടത്തിന്റെ വന്ന് കിടക്കാൻ? എന്താണ് മാമേ? മക്കള് കിടന്നുറങ്ങി. അമ്മാമ്മ താരാട്ട് പാടണല്ലേ, എന്റെ കുറ്റവും കുറവും പറഞ്ഞല്ലേ ഇവിടെ ഇരുന്നുണ്ട്. അല്ല അയ്യോ മക്കള് കിടന്നുറങ്ങി. നീ ഇറങ്ങിപ്പോയപ്പോ നിന്റെ അച്ഛനും അമ്മയും കിടന്ന് ഗീറ്റണ ഗീറ്റ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്ത നാട് വിട്ട അമ്പലങ്ങളിൽ പോയതാണ്. എന്താണ് അമ്മമ്മക്ക്? മക്കള് കിടന്നുറങ്ങും. ഞാൻ ഉറങ്ങണില്ല, എന്റെ ഉറക്കം പോയി പോ. വീട്ടിൽ ഇറങ്ങി കൊതി കിടന്ന് പെണ്ണിനെ വിളിച്ചോണ്ട് വന്നിട്ട് അവൻ കിടന്നുറങ്ങുന്ന നോക്കാം. ഇവനൊക്കെ നാണമില്ല. ഇവന്റെ കഥാലെ പാമ്പ് കടിക്കത്തേ ഉള്ളൂ ഇവന്റെ. ഇവനെ ഇപ്പൊ ആരെങ്കിലും ഒരു തലക്കെട്ട് അടിച്ചിട്ട് നിന്നെ എടുത്തോണ്ട് പോയി ഇവൻ എന്ത് ഉത്തരവാദിത്തം പറയും? എന്താണ്? മക്കൾ കിടന്നുറങ്ങണം. ഉറക്കം വരുന്നില്ല, ഉറങ്ങണില്ല ഞാൻ. അമ്മൂമ്മ കിടന്നുറങ്ങും. ഞാൻ കിടന്നുറങ്ങുന്നില്ല. ഞാൻ വിളിക്കട്ടെ പോകുമ്പോ? അല്ല ഞങ്ങൾ വിളിച്ചോളാം. പാലക്കാട് പോയാൽ കിടന്നുറങ്ങും. ഞാൻ കിടന്നുറങ്ങാൻ. ആ ഉറങ്ങും. അപ്പൊ രാവിലെ വിളിക്കണേ. വിളിച്ചോളാം. 54 വയസ്സായി. വല്ല കല്ലേലും തട്ടി വീണ് കഴിഞ്ഞാൽ ആര് കൊണ്ടുവന്ന് പറഞ്ഞിട്ടാണ് നാട് നീള പരദൂഷണം പറഞ്ഞ് നടക്കാണ്. നിങ്ങള് രണ്ടുപേരും എന്ത് വേണേലും പറഞ്ഞോ, എനിക്ക് ഒന്നുമില്ല. ചേടാ അതെ നീ കിടന്നുറങ്ങിക്കോ, ഞാൻ വിളിച്ചോളാട്ടാ. ഞാൻ വിളിച്ചോളാം. ആ കിടന്നുറങ്ങും. നിനക്ക് വല്ല അറിയാം രക്ഷപ്പെടാൻ ഒരു ചാൻസ് ഇപ്പൊ ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഒരു പ്രാവശ്യം ബാംഗ്ലൂർ പോയിട്ട് വീട്ടിൽ വന്നിവള് 1 മാസം പുറത്തിറങ്ങിയിട്ടില്ല. അമ്മ ഇടക്കിടക്ക് ഡോക്ടറെ കൊണ്ടുപോകും. ചോദിച്ചോ പറയും ഗൈനക്കോളജിസ്റ്റിനായിട്ട് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി കിട്ടിയെന്ന്. നിങ്ങൾ പരദൂഷണൊക്കെ നിങ്ങളുടെ നാട്ടിൽ പറഞ്ഞാൽ മതി, എന്റെ അടുത്ത് പറയാതിരിക്കണ്ട. പരദൂഷണമല്ല, ഞാൻ ഇതിലെ കൂടെ കേട്ട് ഇതിലെ കൂടെ കളഞ്ഞേ ഉള്ളേ. നിനക്ക് രക്ഷപ്പെടാൻ ഒരു ചാൻസാ. അതെന്താ സംഭവം എന്ന് അറിയുമോ? എന്റെ നാട്ടിൽ മൊത്തം പാട്ടായി ഞാൻ ഒരു പെണ്ണിന്റെ കൂടെ ഒളിച്ചോടി പോയെന്നല്ലേ. ഇപ്പൊ ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഒരു പെണ്ണിനെ കൊണ്ടുപോയി നാണക്കേടല്ലേ. അതിന് നീ വിഷമിക്കണ്ട. എന്റെ മൂത്ത മോടെ കൊച്ചുമോളുണ്ട് പൈമ്പി, അവളെ ഞാൻ നിനക്ക് കെട്ടിച്ചു തരാം. ആണോ? ഇവിടെ ഗൈനക്കോളജിസ്റ്റ് കാണാൻ വേണ്ടി പോയിരുന്നല്ലേ? പിന്നെ അമ്മേ ശില്പേ എടി വണ്ടി വന്നില്ല. വണ്ടി അവിടെ നിൽക്കട്ടെ. നീ ബാംഗ്ലൂർ പോയിട്ടുണ്ടോ? ബാംഗ്ലൂർ എന്തിനാ പോയത്? ബാംഗ്ലൂർ പഠിക്കാൻ പോയിട്ട് 1 മാസം ഞാൻ വീട്ടിലുണ്ടായില്ല. 1 മാസം വീട്ടിൽ നിന്നിട്ട് നീ ഹോട്ടലിൽ അമ്മേനും കൂടെ എങ്ങനെയും പോയാ? എനിക്ക് വയറുവേന വന്നപ്പോ ഞങ്ങൾ ആശുപത്രി പോയി. നീ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി പോയി? വേണ്ടാത്ത പറഞ്ഞല്ല, ഈ അമ്മൂമ്മന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞല്ല. നിങ്ങൾക്ക് ചൊറിയുണ്ടെങ്കിൽ പോയിട്ട് പോകത്ത് എന്നെ ചെറിയ തെറ്റിക്കാനായിട്ട് എന്തിനു വേണം? നിനക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്യാം, പറയുന്നതാണ് കുഴപ്പം. ഇപ്പൊ കണ്ട് ഈ അമ്മമ്മ പറയണ നിനക്ക് വിശ്വാസം? ഇത്രയും കാലം നിന്റെ കൂടെ പ്രേമിച്ചിടന്ന് നിന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്ന എന്നെയാണ് നിനക്ക് എനിക്ക് നിന്നെ വിശ്വാസമില്ല. എനിക്ക് അമ്മൂമ്മനെ വിശ്വാസം. വിശ്വാസമില്ല. വേണ്ട വിട്ടേക്ക്. ഞാൻ വിട്ട് നിന്നെ വിട്ട് ഞാൻ വിട്ടുപോ. എനിക്കൊന്നും വേണ്ട നിന്നെ വിട്ട് ഞാൻ വിട്ടേക്ക് പോയി. ഇങ്ങോട്ട് കയറുന്നതിനാണ്. അതല്ല ഞാൻ അവളെ ഒഴിവാക്കി അവളെ ഞാൻ ഒഴിവാക്കി വിട്ടുന്നേ. അതിന് അതേ മറ്റേ പെണ്ണേ. ഏത് പെണ്ണ്? ബൈമിയെ കെട്ടാൻ വേണ്ടി നിൽക്കുകയാണ് അവളെ കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ മോന് ഒരു 3 മാസം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ബൈമി 2ാമത്തെ ഡിവേഴ്സ് കഴിഞ്ഞിട്ട് 3ാമത്തെ പെറ്റി കിടക്കുക. 3 മാസം കഴിയണം ഇനി അവളെ കെട്ടണമെങ്കിൽ. കുടുംബത്തുണ്ട് അവള്. മരുമോളെ കുറിച്ച് പരദൂഷണം പറഞ്ഞു നടക്കൂലേ? എനിക്ക് ശീലമായി പോയടാ. എന്റെ ദൈവമേ. ബൈമി
ബൈമ്യ. ശില്പേ നീ പറഞ്ഞ ശരിയാടി. എന്ത്? ആ സ്ത്രീക്ക് ഉണ്ടല്ലോ നാക്കിന് എല്ലില്ല. കുഴപ്പമില്ല, 3 മണിക്ക് സമയമുണ്ടല്ലോ. ബാംഗ്ലൂർ വണ്ടി വരട്ടെ, നമുക്ക് പോവാം. നമ്മള് പോണില്ല, നീ പോണു, ഞാൻ വന്നില്ല. സുരേഷേ, നീ എവിടെടാ? ഞാൻ അവനെ വിട്ര എനിക്ക് വേണ്ടവനാ. ഇപ്പൊ വരാ, നീ പോടാ. നീ ആ തള്ളനെ കൂടി അങ്ങനെ എന്റെ ഒരു പരിദോഷവും കൂടെ സക്സസ്. അമ്മൂമ്മക്ക് ടീമിന് ഒരു നല്ല കൈഡി. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തില് നിങ്ങൾ കളിച്ചു വന്നപ്പോ? ഒരു ഒഴുക്ക് ഫീൽ ചെയ്തോ? ചെറിയ ഇടക്കറിയിലാകും. സബ്ജക്റ്റിന്റെ ദാരിദ്ര്യമാണ് സംഭവം. ഇത് ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഈ ടൈപ്പ് തന്നെ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അതേ പാറ്റേൺ തന്നെയാണ് എടുക്കുന്നെങ്കിലും നമ്മൾ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന കൗണ്ടറുകളും കാര്യങ്ങൾക്കും എന്തെങ്കിലും ഒരു വ്യത്യസ്തത വേണമായിരുന്നു. ഇപ്പം പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ ഒരു കോമഡി വലുതായിട്ട് വർക്കൗട്ട് ആയതായി ഫീൽ ചെയ്തില്ല. നിങ്ങളെല്ലാവരും നല്ല വൃത്തിക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ്, നല്ല ഗംഭീരമായിട്ട് ചെയ്യുന്നതാണ്. നമുക്ക് അത്യാവശ്യം കൗണ്ടറുകൾ വേണമെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഇതിൻ്റെ അകത്ത് ഏതാണ്ട് 1-2 എണ്ണമൊക്കെ പൊടിക്കെടുക്കാമെന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊരു ഗുമ്മിങ് കിട്ടിയില്ല. സാരമില്ല, അടുത്ത പ്രാവശ്യം അത് ക്ലിയർ ചെയ്യണം. നമ്മൾ തമാശ കൊണ്ടുവരണം. തമാശ ഉണ്ടെങ്കിലേ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ഷാജോൻ ചേട്ടാ, ദീപ്തി, ചിത്തൻ, ഷജീർ, ഈ പറയുന്ന പോലെ നിങ്ങളൊരു കഥ പറയുന്ന പോലെ അങ്ങ് പറഞ്ഞങ്ങ് തീർത്തു എന്നുള്ളതല്ലാതെ സാധാരണ നിങ്ങൾ വരുമ്പോൾ ഉള്ളൊരു തമാശകളുണ്ടല്ലോ, ഒരു പൊട്ടിച്ചിരി കാര്യങ്ങൾ, നമ്മൾ ചിന്തിക്കാത്ത കുറച്ച് സംഭവങ്ങൾ, അതൊന്നും ഇല്ലാതെ ഉള്ളൊരു പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇങ്ങനത്തെ ഒരു അമ്മൂമ്മ വന്നാൽ ലാസ്റ്റ് എന്ത് സംഭവിക്കും അത് തന്നെ സംഭവിച്ചു. എന്ന് പറഞ്ഞൊരു മോശം സ്കിറ്റാണെന്നുള്ളതല്ല അഭിപ്രായം. സാധാരണ നിങ്ങൾ വരുന്ന പോലുള്ള കുറേ പൊട്ടിച്ചിരികൾ നമുക്കിന്നും ഉണ്ടായില്ല. നെക്സ്റ്റ് ടൈം അതുപോലെ ഗംഭീര പൊട്ടിച്ചിരികളുമായിട്ട് വരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാൻ ചേട്ടാ. ചേട്ടാ, അല്ല, ഈ പറഞ്ഞ പോലെ നമുക്ക് എടുത്തു പറയാൻ തക്ക രീതിയിലുള്ള തമാശകൾ ഉണ്ടായിരുന്നില്ല. ഷജീറിൻ്റെ ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ ചിത്തൻ്റെ ഒക്കെ ചില പെർഫോമൻസുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് പൊട്ടിച്ചിരിക്കാറുണ്ട്. പക്ഷെ അതേപോലെ ഒന്നും എടുത്തു പറയാനോ ചിരിക്കാനോ പറ്റിയൊരു സംഭവങ്ങൾ ഈ സ്കിറ്റിൽ ഉണ്ടായിരുന്നില്ല. ഈ സ്കിറ്റിൽ പ്രതീക്ഷിച്ച ആ ഒരു വൈബ് നമുക്ക് കിട്ടിയില്ല ഇവിടെ. അതിപ്പോൾ ഈ ഒരു സ്കിറ്റിൻ്റെ തമാശകൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെ തോന്നിയത്. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇത് നന്നാക്കിക്കൊണ്ടും വരിക. തീർച്ചയായും കേട്ടാ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. അപ്പൊ ഈ സ്കിറ്റിന്റെ മാർക്സ് നസീർക്ക? ഞാനൊരു 7000 രൂപ. 7000 രൂപ. ഷാജോൻ ചേട്ടാ? ഞാനൊരു 6000 രൂപ. ടോട്ടൽ 13000 രൂപയായിട്ടുണ്ട്. ബിജുക്കേട്ട ചേട്ടാ? ബാക്കി എല്ലാം കൂടി ഞാൻ വിട്ടിട്ടുണ്ട്. ടോട്ടൽ എമൗണ്ട് 20000 രൂപ. ഇത് എമൗണ്ട് അല്ല, അറിയാലോ. അടുത്ത പ്രാവശ്യം അടിപൊളി ഒരു സ്കിറ്റ് ആയിട്ട് വന്ന് ഒരുപാട് പൈസ വാങ്ങിക്കണം. ചിത്തൻ ചേട്ടാ? ഓക്കെ. ദീപ്തി? അടുത്ത പ്രാവശ്യം. ഓക്കെ. ഗൈസ്, യെസ്, സമയം കഴിഞ്ഞു. 1 മണിക്കൂറൊക്കെ 10 മിനിറ്റിന്റെ സ്പീഡിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇന്ന് ഒരുപാട് എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു, അല്ലേ? തീർച്ചയായിട്ടും. അപ്പം നന്നായിട്ട് പോയി കിടന്നുറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ പെരുമ്പാവൂർ സ്നേഹാലയത്തിലെ അച്ഛനും പിന്നെ ബാക്കിയുള്ള എല്ലാവർക്കും ഒരു നല്ല കൈഡ് നമ്മുടെ ഭാഗത്തുനിന്ന്. നമുക്ക് ഉഗ്രൻ സ്കിറ്റുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.